റോഡ് നിർമ്മാണം, പാല നിർമ്മാണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനൊന്നും പണം ഉപയോഗിക്കാൻ സാധിക്കില്ല, 1.5 മാസം കൊണ്ട് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതെല്ലാം ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ പ്രചാരവേലയാണ്. 592 കോടി ഞങ്ങൾ കൊടുത്തു കടം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴിങ്ങനെയുള്ളൊരു പ്രചാരവേല നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ശശി തരൂരിൻ്റെ ലേഖനം. അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പത്രങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. 2.9 ലക്ഷം MSME സ്ഥാപിച്ചു എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനം 29-ൽ 28-ാം സ്ഥാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ. അത് മാറി 1-ാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ സുസിദ്ധമായി പറഞ്ഞ വേറൊരു കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ വലിയ മാറ്റം വന്നതിൽ ആഘോഷിക്കേണ്ട കാര്യമാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗോള വളർച്ച 46% ഉണ്ടായത് ആഗോള ലോകത്താകെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. അതിൽ കേരളം നേടിയിട്ടുള്ളത് 254% വളർച്ചയാണ്. അഖിലേന്ത്യാ ലോകാടിസ്ഥാനത്തിൽ 46% വളർച്ച നേടുമ്പോൾ ഇന്ത്യയിലെ കേരളം 254% വളർച്ച നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നിന്ന് 5 ഇരട്ടി വളർച്ച നേടാൻ കേരളത്തിനായി എന്ന് കൃത്യമായി ശശി തരൂർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സഖ്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിൻ്റെ വളർച്ചയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം UDF ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ കൃത്യമായ ബദൽ അതാണ്. ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രചരണമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്ന സ്ഥിതിയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മണിപ്പൂരിൽ ഏറ്റവും അവസാനം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJPക്ക് ആഭ്യന്തര സംഘർഷം കൊണ്ട് സാധിച്ചില്ല. ജനങ്ങളുടെ മേലെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ BJPയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ സഹായിക്കാനുള്ള ഒരു നിലപാടും BJP സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഒട്ടും സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മണിപ്പൂരിനെ തിരിച്ചുകൊണ്ടുവരാനും അവിടെ ഈ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താനും സാധിക്കേണ്ടതുണ്ട്. BJPയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇപ്പോഴീ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നിൽ BJP തന്നെയാണ് എന്ന് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ട്രംപ് വിവിധ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാതിപുര തട്ടിപ്പുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരണം നടത്തി. നടന്നത് വൻ കൊള്ളയാണ്. BJP, കോൺഗ്രസ്, ലീഗ് നേതാക്കൾ, താഴെത്തട്ട് വരെ പങ്കാളികളുണ്ട്, ഉന്നതരായ നേതാക്കൾ വരെ ഇതിലുണ്ട് തുടങ്ങി. കോട്ടയത്തെ റാഗിംഗ്, ഒപ്പം പൂക്കോട് ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ മരണം, ഇതുൾപ്പെടെ വിവിധ വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായത് ശശി തരൂരിനെ പ്രകീർത്തിച്ചതാണ്. അല്പം സമയം മുമ്പാണ് ശശി തരൂരിന്റെ പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നിലപാടിൽ മാറ്റമില്ല, പറഞ്ഞ കാര്യത്തിൽ തരൂരിനെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.